പച്ചമുളകിന്റെ തൈകൾ നട്ടുകൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. ഏകദേശം 300ഓളം പച്ചമുളകിന്റെ തൈകളാണ് ഇന്നിവിടെ നട്ടുകൊടുക്കുന്നത്. ഇത് നട്ടുകൊടുക്കാനായിട്ട് നീളത്തിലുള്ള ഏരിയ എടുത്തിട്ട് അതിൽ 1.5 അടി ഗ്യാപ്പിട്ട കുഴികളാണ് എടുത്തിട്ടുള്ളത്. ഈ കുഴികളിൽ നമ്മൾ ജൈവവളവും അതുപോലെ തന്നെ കുമ്മായും ഇട്ടുവെച്ചിട്ടുണ്ട്. മുൻപേ ഇവിടെ ചെയ്തിരുന്നത് ചീരകൃഷിയായിരുന്നു. ഏകദേശം 2 മാസത്തോളം ചീര വിളവെടുത്തു. അതിനുശേഷം ചീര പൂത്തു തുടങ്ങിയപ്പോഴാണ് ചീര നമ്മൾ ഒഴിവാക്കിയത്. ഒഴിവാക്കിയ ചീരകളെല്ലാം ഫാമിലെ പശുക്കൾക്ക് തീറ്റയായി വെട്ടിക്കൊടുത്തു. അതിനുശേഷമാണ് നമ്മൾ ഈ സ്ഥലം ഇങ്ങനെ റെഡിയാക്കിയത്. ഇനി ഇവിടെ നട്ടുകൊടുക്കുന്നത് പച്ചമുളകാണ്. ചീരയൊക്കെ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഇവിടെ നനയ്ക്കാനുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. ചെറിയ ഗാർഡൻ സ്പ്രിംഗ്ലർ ഉപയോഗിച്ചാണ് ഇവിടെ പച്ചക്കറി നനയ്ക്കുന്നത്. അതിനുവേണ്ടി ഈ സ്ഥലത്ത് ഗാർഡൻ സ്പ്രിംഗ്ലർ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തൈകൾ നട്ടുടൻ തന്നെ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലത്തെ ജൈവവളമായ ആട്ടിൻകാഷ്ടമാണ്. പച്ചക്കറി തൈകളൊക്കെ നടുമ്പോൾ ഏറ്റവും നല്ലത് ജൈവവളമായ ആട്ടിൻകാഷ്ടം ഇട്ട് കൊടുക്കുന്നതാണ്. ചാണകത്തിനാണ് കൂടുതൽ നല്ലത്. ഇത് ഇട്ട് ചെടി പിടിച്ചതിന് ശേഷമാണ് ബയോഗ്യാസിന്റെ സ്ലറി നമ്മൾ ചെടികൾക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ബെഡ് എടുത്തതിന്റെ 2 സൈഡിലോട്ടും വെള്ളം കിട്ടാൻ വേണ്ടി ഏകദേശം സെന്ററിലൂടെയാണ് പൈപ്പ് ലൈൻ വലിച്ചിട്ടുള്ളത്. ഒരു സ്പ്രിംഗ്ലർ കഴിഞ്ഞ് ഏകദേശം 15-16 അടി ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത സ്പ്രിംഗ്ലർ. അത്രയും ലെങ്ത്തിൽ ഇതിന്റെ ഒന്നിന്റെ വെള്ളം എത്തുന്നതുകൊണ്ടാണ് അത്ര ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അടുത്ത സ്പ്രിംഗ്ലർ വെച്ചിട്ടുള്ളത്. ഏകദേശം 2 സൈഡിലും വെള്ളം കിട്ടാൻ വേണ്ടി സെന്റർ ഭാഗത്തിലൂടെ ഇതുപോലെയാണ് ലൈൻ വലിച്ചിട്ടുള്ളത്. ഇങ്ങനെ വലിക്കുമ്പോൾ 2 ഭാഗത്തും ഏകദേശം 12 അടി അങ്ങോട്ടും 12 അടി ഇങ്ങോട്ടും ഇതിന്റെ വെള്ളം റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ആദ്യം ചെയ്ത് ചീരയായതിനാൽ മൂപ്പായ ചീരവിത്തുകളെല്ലാം ധാരാളമായി ഇവിടെ വീണിട്ടുണ്ട്. അതൊക്കെ ഇതാ മണ്ണ് ഇളക്കിയ സമയത്ത് തന്നെ ഇവിടെയൊക്കെ മുളച്ചു വരുന്നുണ്ട്. നമ്മളിവിടെ ബെഡ് എടുത്തതിന് ശേഷം ഒന്ന് നനച്ചിട്ടിരുന്നു. ആ നനവ് കിട്ടിയോടുകൂടെ ഇതുപോലെ ധാരാളം ചീരകൾ മുളച്ചു വരുന്നുണ്ട്. ഈ ചീരകളെല്ലാം നമ്മൾ മുളക് വലുതാവുമ്പോഴത്തേക്കും പറിച്ചെടുക്കാൻ സാധിക്കും. ഇതിനൊക്കെ ഒന്ന് ബയോഗ്യാസിന്റെ സ്ലറി പമ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വളരും. അപ്പൊ മുളക് കായ്ച്ചു തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് ധാരാളം ചീര വിളവെടുക്കാൻ സാധിക്കും. ഈ സ്ഥലത്ത് ഞങ്ങൾ ചെയ്യുന്നത് സിറ ഇനത്തിൽപ്പെട്ട നല്ല നീളം മുളകിന്റെ തൈകളാണ്. ഈ മുളകിന് നല്ല രീതിയിൽ കായ്കൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മുളക് മാത്രം കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ വാട്ടസൂക്കടും ഇലചുരുളിച്ചയും സിറ ഇനത്തിൽപ്പെട്ട മുളകിന് കുറച്ച് കുറവാണ്. എന്നാലും നമ്മൾ നട്ടതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് സ്യൂഡോമോണസ് കലക്കി ഒഴിക്കണം. വാട്ടരോഗം തടയാനാണ്. നമുക്ക് ഇലചുരുളിച്ച രോഗം ഈ മുളകിന് കുറവാണ്. നമ്മുടെ ബുള്ളറ്റ് മുളകിനാണ് കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. ഈ മുളകിന് കുറവാണ്. തൈകൾ കുറച്ച് വലുതായിട്ടുണ്ട്. നമ്മളിവിടെ ചീര വിളവെടുത്ത് കഴിയുന്നവരെ തൈകൾ പോളിയോസിൽ വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൈകൾ അവിടെ നിന്ന് കുറച്ച് വളർന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ വളമൊക്കെ പിടിച്ചു കഴിയുമ്പോൾ തൈകൾ ഒന്നുകൂടെ ക്ലിയർ ആയി കിട്ടും. ഇപ്പോൾ കുറച്ച് നീണ്ടുപോയത് നമ്മൾ നടേണ്ട സമയം കുറച്ച് കഴിഞ്ഞതുകൊണ്ടാണ്. അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത ജൈവവളം പിടിച്ചു കഴിയുമ്പോഴും നനച്ചൊക്കെ കഴിയുമ്പോൾ ഏകദേശം നമ്മൾ മണ്ണിലോട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ തൈകൾ നന്നായി വരും. തൈകൾ കുറച്ച് വലിപ്പമായതിനാൽ സാധാ നമ്മൾ എടുക്കുന്നതിലും 2-3 ഇഞ്ച് കുഴിയുടെ ആഴം കൂട്ടിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ മുളക് ശരിക്കും നിൽക്കുകയുള്ളൂ. മറ്റേത് ഹൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു കമ്പ് കുത്തി കൊടുക്കേണ്ടി വരും. പക്ഷെ കുഴി ആഴം കൂട്ടിയതുകൊണ്ട് തൈ നട്ടതിന് ശേഷം നിൽക്കുന്നത് ഈ ലെവലിൽ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കുഴിയുടെ ആഴം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നട്ടുകൊണ്ടിരിക്കുന്ന ഈ തൈകൾ വിളവെടുക്കാനാവുന്നത് ഏകദേശം മെയ് മാസത്തോടു കൂടിയാണ്. വിഷുവിന് വിളവെടുക്കാനുള്ള തൈകൾ നമ്മൾ മുന്നേ നട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ തൈകൾ നടുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും പച്ചമുളക് നമ്മൾ ഫാമിൽ കൊടുക്കാനുണ്ടാവും. ഏകദേശം 40 രൂപ കിലോയ്ക്ക് എപ്പോഴും മുളകിന് വില നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ ടൈം നമുക്ക് ഫാമിൽ ആവശ്യക്കാർ വന്നാൽ പച്ചമുളക് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുളക് നട്ടു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് നട്ടൊരു മുളകിന്റെ തൈ ആയിരുന്നത്. ചീര നടുന്ന സമയത്ത് ഈ മുളകിന്റെ തൈ നമ്മൾ പറിച്ചു കളഞ്ഞില്ല. അതുകൊണ്ട് ഇതിൽ ഇപ്പോഴും മുളക് കായ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തൈ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അടുത്ത സെപ്റ്റംബറിലാണ് നമ്മൾ അടുത്ത ചീര നടുന്നത്. ആ സമയം വരെ മുളക് നമുക്ക് ഈ ചെടികളിൽ നിന്ന് കിട്ടും. മഴക്കാലത്ത് തൈകൾ ചീഞ്ഞു പോകുന്ന പ്രശ്നം വരുന്നില്ല. ആ സമയത്ത് നമ്മൾ മുളകുണ്ടായതിനു ശേഷം ഒന്ന് കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് വൃത്തിയാക്കിയാൽ മാത്രം മതി. നമുക്ക് അടുത്ത സെപ്റ്റംബർ വരെ ഈ സ്ഥലത്ത് അടുത്ത കൃഷി ഇറക്കുന്നത് വരെ പച്ചമുളക് നമുക്ക് ഫാമിൽ എപ്പോഴും ലഭ്യമാവുന്നുണ്ട്. ഓണ സമയത്ത് വയനാട്ടിൽ പച്ചക്കറി കൃഷി കുറവാണ്. അതിന്റെ പ്രധാന കാരണം ജൂൺ ജൂലൈ മാസത്തിൽ ശക്തമായ മഴ കാരണം നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. റെയിൻ ഷെൽട്ടറും അതുപോലെ തന്നെ പോളിയോസിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ആ സമയത്ത് കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സമയത്തൊക്കെ നടുന്ന പച്ചമുളക് നമുക്ക് ഓണത്തിന് വിളവെടുക്കാൻ കിട്ടും. മെയ് മാസം കായ്ച്ചു തുടങ്ങുന്ന ഈ മുളക് ജൂണോടുകൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുത്താൽ വീണ്ടും ഇതിൽ ധാരാളം പച്ചമുളകുകൾ ഉണ്ടാവും. ആ സമയത്ത് ചെറിയ രീതിയിൽ വളപ്രയോഗം കൂടെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ചിങ്ങത്തിലും ഈ പച്ചമുളകിൽ നിന്നും വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. തൈകളെല്ലാം നട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നനച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഫുൾ ടൈം നന വേണം ഈ തൈകളൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട്. ഈ നനക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ഇവിടെയുള്ള ചീരവിത്തുകളും കൂടുതലായി മുളച്ചു വരും. അങ്ങനെ ചീരവിത്ത് പെട്ടെന്ന് മുളയ്ക്കാനും അതുപോലെ തൈകൾക്ക് നല്ല നനവ് കിട്ടാനും ഇതുപോലെ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നനക്കുന്നത് വളരെ നല്ലതാണ്. കേരളത്തിലെ ആളുകൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ വിലകൾ നിശ്ചയിക്കുന്നത് കർണാടകയും തമിഴ്നാടുമാണ്.
ഇതുപോലെ ഓരോ സീസണിലും കിട്ടേണ്ട പച്ചക്കറികൾ അതിന്റെ ഐഡിയ അനുസരിച്ച് കൃഷി ചെയ്താൽ ഒരു പരിധിവരെ നമുക്കും പച്ചക്കറി കൃഷിയിൽ ലാഭം നേടാൻ സാധിക്കും.